Thus, the reluctance of air gap with the slotted armature is higher than with the smooth armature because the gap contraction, because the contraction factor is greater than 1. The ratio of the two reluctances is kg, the gap contraction factor. അപ്പോൾ കോൺട്രാക്ഷൻ ഫാക്ടർ ഒന്നിൽ കൂടുതലായതുകൊണ്ട് എപ്പോഴും സ്ലോട്ടഡ് ആർമച്ചറിൻ്റെ റിലക്റ്റൻസ് മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഓർ ഇൻ അതർ വേർഡ്സ്, ദ എം എം എഫ് റിക്വയർഡ് ഫോർ എയർ ഗ്യാപ്പ് വിത്ത് സ്ലോട്ടഡ് ആർമച്ചർ is kg times the MMF required for air gap with the smooth armature. സ്വാഭാവികമായിട്ടും അതിന് വേണ്ടുന്ന എം എം എഫും കെ ജി ടൈംസ് കൂടുതലായിരിക്കും. ഇനി എയർ ഗ്യാപ്പിനെ സംബന്ധിച്ച് എന്താണ് എം എം എഫ് റിക്വയർഡ്? ഫോർ എയർ ഗ്യാപ്പ് എം എം എഫ് പെർ മീറ്റർ ഈസ് എച്ച് ഈക്വൽ ടു ബി ബൈ മ്യൂ സ്ക്വയർ. എച്ച് എന്ന് പറയുന്ന മാഗ്നറ്റൈസിങ് ഫോഴ്സ്, ആ എച്ച് എന്ന് പറയുന്നത് എൻ ഐ ബൈ എൽ ആണ്. എൻ ഇൻറ്റു ഐ ബൈ എൽ. എച്ച് ഇസ് ഈക്വൽ ടു എൻ ഐ ബൈ എൽ. എച്ച് ഈക്വൽ ടു എൻ ഐ ബൈ എൽ നമുക്കറിയാവുന്ന കാര്യമാണ്. എം എം എഫ് പെർ മീറ്റർ ലെങ്ത് എച്ച്, എം എം എഫ് എൻ ഐ എം എം എഫ് ആയതുകൊണ്ട് എം എം എഫ് ഡിവൈഡ് ബൈ എൽ, എം എം എഫ് പെർ മീറ്റർ ലെങ്ത്. അപ്പോൾ എയർ ഗ്യാപ്പ് എം എം എഫ് മീറ്റർ ഈസ് ബി ബൈ മ്യൂ സ്ക്വയർ. മ്യൂ ആറില്ല എയർ ഗ്യാപ്പിന്, മ്യൂ സ്ക്വയർ മ്യൂ ആറല്ല ശരിക്കും. എച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ, അല്ലെങ്കിൽ ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച്. ആ റിലേഷൻഷിപ്പിൽ നിന്ന് എച്ച് നമുക്ക് എഴുതാം. എച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ സീറോ. മ്യൂ ആർ യൂണിറ്റിയാണ് എയർ ഗ്യാപ്പിന്. ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോൻ്റെ വാല്യൂ 4π × 10⁻⁷. അപ്പോൾ ബി ബൈ 4π × 10⁻⁷, 800,000 അപ്രോക്സിമേറ്റ്ലി. ദിസ് ഈസ് 800,000 ഇൻറ്റു ബി. ആംബിയർ ടേൺസ് പെർ മീറ്റർ ആണല്ലോ എച്ചിൻ്റെ യൂണിറ്റ്. ആംബിയർ ടേൺസ് പെർ മീറ്റർ, ആംബിയർ ടേൺസ് ആണ് എൻ ഐയുടെ യൂണിറ്റ്. എൻ ഐയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ ആംബിയർ ടേൺസ് പെർ മീറ്റർ. Therefore, the MMF required for air gap having a length Lg with a smooth armature. സ്മൂത്ത് ആർമച്ചർ ആയിരിക്കുമ്പോൾ എം എം റിക്വയർഡ് ഫോർ എയർ ഗ്യാപ്പ് ഹാവിങ് എ ലെങ്ത് എൽ ജി. സ്മൂത്ത് ആർമച്ചർ ആകുമ്പോൾ അത് സ്മൂത്ത് എയർ ഗ്യാപ്പ് ആകുമ്പോഴാണല്ലോ ഇത്. അപ്പം ഇനി ആംബിയർ ടേൺസ് എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു എൽ ജി ആണ്. എൻ ഐ ഈക്വൽ ടു എച്ച് ഇൻറ്റു എൽ. ആംബിയർ ടേൺസ് എച്ച് ഇൻറ്റു എൽ. അപ്പോൾ ആ എച്ചിനെ 800,000 ബി എ നമുക്ക് എൽ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ ടി ജി ഈക്വൽ ടു 800,000 ബി എൽ ജി. എം എഫ് റിക്വയർഡ് ഫോർ എയർ ഗ്യാപ്പ് ഹാവിങ് എ ലെങ്ത് എൽ ജി വിത്ത് സ്ലോട്ടഡ് ആർമച്ചർ. അപ്പോൾ ഇത് സ്മൂത്ത് ആർമച്ചർ ആയിരിക്കുമ്പോഴാണ് ആംബിയർ ടേൺസ് ഫോർ ദ ഗ്യാപ്പ്, എയർ ഗ്യാപ്പ് ഈസ് 800,000 ഇൻറ്റു ബി എൽ ജി. ആംബിയർ ടേൺസ് എന്ന് വരും. എം എഫ് റിക്വയർഡ് ഫോർ എയർ ഗ്യാപ്പ് ഹാവിങ് എ ലെങ്ത് എൽ ജി വിത്ത് സ്ലോട്ടഡ് ആർമച്ചർ. സ്ലോട്ടഡ് ആർമച്ചർ ആകുമ്പോൾ അവിടെ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ വരും. ആ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. അപ്പോൾ ആംബിയർ ടേൺസ് ഓഫ് ദ എയർ ഗ്യാപ്പ് ഓഫ് ആൻ എയർ ഗ്യാപ്പ് വിത്ത് സ്ലോട്ടഡ് ആർമച്ചർ. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം കണ്ട സംഗതി സ്ലോട്ടഡ് ആർമച്ചർ ആണെങ്കിൽ പല വിധത്തിലുള്ള സ്ലോട്ടഡ് പെരിഫറീസ് നമ്മൾ കണ്ടു. സ്ലോട്ടഡ് ഇതിങ്ങനെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നു. ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഗ്യാപ്പ് ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കെ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 800,000 കെ ജി ഇൻറ്റു ബി ഇൻറ്റു എൽ ജി. ദാറ്റ് ഈസ് ദി എം എം എഫ്. ആംബിയർ ടേൺസ് എന്നാണ് അതിൻ്റെ യൂണിറ്റ്. ആംബിയർ ടേൺസ്. അപ്പോൾ എം എം എഫ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. നോട്ട് സിംപ്ലി ബി ഇൻറ്റു എൽ ജി, ബട്ട് കോൺട്രാക്ഷൻ ഫാക്ടറൂടെ കണ്ടുപിടിക്കണം. ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. നോട്ട്സിലാണെന്നുണ്ടെങ്കിൽ ആ വേറൊരു സംഗതി കൂടെ ഒക്കെ തന്നിട്ടുണ്ട്. ഫ്ലക്സ് ഡിവൈഡഡ് ബൈ എ ജി
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത് ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ ഇൻ ഏരിയയിലുള്ള കോൺട്രാക്ഷനായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്താണ് നമ്മൾ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ സംഗതികളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിക്കോണം. അപ്പം നമുക്ക് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം. The stator of a machine has a smooth surface, but its rotor has open type of slots with slot width WS equal to tooth width. WS ഉം WTയും തുല്യമാണ്. സ്ലോട്ട് വിഡ്ത്ത് ഈക്വൽ ടു ടൂത്ത് വിഡ്ത്ത്. പക്ഷേ ടൂത്ത് വിഡ്ത്ത് 12 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. WT ഈക്വൽ ടു 12 mm. ആൻഡ് ദ മീൻ ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ്, അതിൻ്റെ ഒരു ശരാശരി എയർ ഗ്യാപ്പ് ലെങ്ത് 2 mm എന്ന് പറയുന്നുണ്ട്. Find the effective length of air gap if the Cartier's coefficient is given by 1 by 1 plus 5 Lg by Ws. ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു എംപെരിക്കൽ ഫോർമുലയാണ്. ഇത് ഈ കേസ് പ്രോബ്ലത്തിൽ അത് അങ്ങനെ തന്നിട്ടുണ്ട്. There are no radial ventilating ducts. റേഡിയൽ ഡക്സ് ഇല്ല, സ്ലോട്ട്സ് മാത്രമാണ്. ഒരു സർഫസിൽ സ്ലോട്ട്സ്. As open type of slots, the stator of a machine has a smooth armature. ഒരു സൈഡ് സ്മൂത്താണ്, റോട്ടറിൽ സ്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ കാർട്ടേഴ്സ് കോഎഫിഷ്യൻറ്റ് ഫോർ സ്ലോട്ട്സ് കണ്ടുപിടിക്കണം. KCS 1 by 1 plus 5 Lg by Ws. അപ്പോൾ അതിനകത്ത് എയർ ഗ്യാപ്പ് ലെങ്ത് 2 നമുക്കിത് MM തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം ഇത് Lg by Ws എന്ന് പറയുന്ന റേഷ്യോ ആണ്. അപ്പോൾ MM 2 മില്ലിമീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1 by 1 plus 5 Lg by Wg. അപ്പോൾ KCS സമം 1 by 1 plus 5 Lg by Ws 0.545 എന്ന് കിട്ടും. അത് സ്ലോട്ട് പിച്ച് YS. അപ്പോൾ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ തന്നെ അങ്ങ് ഉപയോഗിച്ചോണം, കൺഫ്യൂഷൻ ആകരുത്. പലരും പല നൊട്ടേഷൻ ഉപയോഗിക്കുന്നതിന് ഈ നൊട്ടേഷൻ തന്നെ ഉപയോഗിച്ചോണം. സ്ലോട്ട് പിച്ച് WS സമം WS പ്ലസ് WT ആണല്ലോ സ്ലോട്ട് പിച്ച്. ഒരു സ്ലോട്ട് പിച്ച് എന്ന് പറയുന്നത് ഒരു സ്ലോട്ടിൻ്റെ വിഡ്ത്തും ഒരു ടൂത്തിൻ്റെ വിഡ്ത്തും കൂടെ ചേരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ടൂത്തിൻ്റെ വിഡ്ത്തിൻ്റെ കൂടെ ഇടതുവശത്തെ അര സ്ലോട്ട്, വലതുവശത്തെ അര സ്ലോട്ട്, അങ്ങനെ ഇത് ചുരുക്കത്തിൽ WT പ്ലസ് WS ആകും. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ 24 WS ഈക്വൽ ടു WT എന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. YS കണ്ടുപിടിച്ചു. ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ ഫോർ സ്ലോട്ട്സ് KGS. ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ ഫോർ സ്ലോട്ട്സ് YS ഡിവൈഡഡ് ബൈ YS minus KCS into WS. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ MM-ലെടുത്തു. 24 ഡിവൈഡഡ് ബൈ 24 മൈനസ് കാർട്ടേഴ്സ് കോഎഫിഷ്യൻറ്റ് ഫോർ സ്ലോട്ട്സ് ഇൻറ്റു WS 1.37 എന്ന് കിട്ടി. KGS. Since there are no radial ventilating ducts, the gap contraction factor for ducts KGD is 1. Total gap contraction factor അല്ലെങ്കിൽ ഓവറാൾ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ KG സമം ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ ഫോർ സ്ലോട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ ഫോർ ഡക്സ് KGS ഇൻറ്റു KGD. KGD ഇവിടെ 1 ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ വെൻറ്റിലേറ്റിംഗ് ഡക്സ് ഇല്ലെങ്കിൽ KGD എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മളത് ചെയ്തു. KG സമം ദ ഓവറാൾ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ KG ഈക്വൽ ടു 1.37. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് ഈസ് KG ഇൻറ്റു LG. ഇപ്പോൾ സ്ലോട്ട്സ് ഒരു സൈഡിൽ സ്ലോട്ട്സ് ഉള്ളത് അത് അല്ലെങ്കിൽ 2 സൈഡിലും സ്ലോട്ട് ഉള്ളത് ഇന്നിഫെക്റ്റ് ഇതിൻ്റെ എയർ ഗ്യാപ്പ് ലെങ്തിൻ്റെ നീളം KG ടൈംസ് കൂട്ടുന്നതിന് തുല്യമാണ്. അപ്പം ഒരു സൈഡ് സ്ലോട്ട് ഉള്ളതും 2 സൈഡ് സ്ലോട്ട് ഉള്ളതും മൂലം വരുന്ന കോൺട്രാക്ഷൻ ഫാക്ടറിൻ്റെ ഇഫക്റ്റ്, ഇതിൻ്റെ ഇഫക്റ്റ് എന്താണ്? അൾട്ടിമേറ്റ്ലി ദ ഇഫക്റ്റ് ഓഫ് ദി സ്ലോട്ടിങ് ഓൺ ഐദർ ഓൺ 1 സൈഡ് ഓർ 1 ഓർ ദ 2 സൈഡ്സ്. ഒരു സൈഡിലോ 2 സൈഡിലോ സ്ലോട്ട് ഉള്ളതിൻ്റെ അൾട്ടിമേറ്റ് ഇഫക്റ്റ് എന്താണ്? ഈ എയർ ഗ്യാപ്പ് ലെങ്ത് LG എന്നുള്ളത് KG ഇൻറ്റു LG ആയിട്ട് മാറുന്നതാണ്. ദ എഫക്റ്റീവ് എയർ ഗ്യാപ്പ് ലെങ്ത് ഗെറ്റ് elongated. The effective air gap length is increased because of the slotting. അപ്പോൾ അത് എഫക്റ്റീവ് എയർ ഗ്യാപ്പ് ലെങ്ത് എന്ന് പറയുന്നത് KG ഇൻറ്റു LG. 2 mm എന്നുള്ള എയർ ഗ്യാപ്പ് 1.37 ഇൻറ്റു 2.74 ആയിട്ട് കൂടുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുമൂലം റിലക്റ്റൻസ് കൂടും.